സമയം രാവിലെ 7:15. നമ്മുടെ സ്വന്തം പട്ടാമ്പി ബസ് സ്റ്റാൻഡ്. ചില ദിവസങ്ങളിൽ ബസ് ഇങ്ങോട്ട് തിരിച്ച് നിർത്തിയിട്ടുണ്ടാവും, ചില ദിവസങ്ങളിൽ നേരെ തിരിച്ചും. എന്താണ് ഇതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവണില്ല. അല്ലാതെ എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ഈ സുമ ട്രാവൽസ് കയറിയിട്ടേ ഗുരുവായൂർക്ക് പോവാം. അതെ, എൻ്റെ ചാനലിലെ 13ാമത്തെ ഗുരുവായൂർ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഒക്ടോബർ 20 ദീപാവലി ദിവസമാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സ്കൂളുകൾക്കൊക്കെ ഒഴിവായതുകൊണ്ടായിരിക്കാം ബസ്സിൽ വലിയ തിരക്കൊന്നുമില്ല. ബൈ ദ വേ, ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂം എൻ്റെ ഓണക്കോടിയാണ്. ഇത് വാങ്ങുമ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചതാണ്. ഓണം കഴിഞ്ഞിട്ട് ഈ ഷർട്ടും മുണ്ടും രണ്ടാമത് ഞാൻ ഇടാൻ പോകുന്നത് ഗുരുവായൂരിലേക്കായിരിക്കുന്നത്. അതങ്ങനെ തന്നെ നടന്നു. 3/4 മണിക്കൂർ കൊണ്ട് തന്നെ പട്ടാമ്പിന്ന് ഗുരുവായൂരിലേക്ക് എത്തി. അപ്പം നിങ്ങൾ ആലോചിച്ച് കിട്ടോ, സുമ ട്രാവൽസ് എജ്ജാതി സ്പീഡിലാണ് വന്നതെന്ന്. ഗുരുവായൂരപ്പനെ ഞാൻ പുറത്തുനിന്ന് നന്നായി തൊഴുതു. ഞാൻ ചെയ്യുന്ന മിക്ക വ്ളോഗിൻ്റെയും കമൻറ്റ് സെക്ഷനിൽ ഗുരുവായൂർ വീഡിയോ ചെയ്യുന്നില്ലേ അർജുൻ എന്ന് സ്നേഹത്തോടു കൂടി ചോദിക്കുന്ന ദേവരാജൻ ചേട്ടന് ഞാൻ ഈ ഗുരുവായൂർ വ്ളോഗ് സമർപ്പിക്കുന്നു. കൃഷ്ണ ഗുരുവായൂരപ്പ, എല്ലാവരെയും കാത്തു രക്ഷിക്കണേ. അവിടുന്ന് ഇറങ്ങിയ ഞാൻ എൻ്റെ ക്യാമറ കണ്ണുകളുമായി പോയത് ഈ ഗജരാജൻ നാഗരിമന കേശവൻകുട്ടിയുടെ ചെറിയ ഒരു സ്റ്റാച്ചുവിൻ്റെ മുന്നിലേക്കാണ്. അവിടെ ഒരുപാട് ആനകളുടെ ഫോട്ടോ ഉണ്ട്. കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതും ചെരിഞ്ഞതുമായിട്ടുള്ള ഒരുപാട് ഗജവീരന്മാരുടെ ഫോട്ടോസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു ആനപ്രേമി ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം അതൊക്കെ നോക്കി അങ്ങ് നിന്നു. പിന്നെ ഞാൻ വന്നത് മഞ്ജുളാലിലേക്കാണ് ഈ ഗരുഡ പ്രതിമ കാണാൻ വേണ്ടി. ഇത് സമർപ്പിച്ചത് ഫിലിം പ്രൊഡ്യൂസർ കൂടിയായിട്ടുള്ള വേണു കുന്നപ്പിള്ളിയാണ്. അപ്പോൾ ഇന്നത്തെ ഗുരുവായൂർ വരവിൽ 2 ഉദ്ദേശങ്ങളാണ്. ഒന്ന്, ഗുരുവായൂരപ്പനെ തൊഴുക. രണ്ടാമത്, ഞാൻ കഴിഞ്ഞൊരു 1.5 കൊല്ലത്തോളമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഹൃഷി വ്ളോഗ്സ്. നല്ലൊരു ഫുഡ് ബ്ലോഗറാണ് ഹൃഷി ചേട്ടൻ. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ ദീപു ചേച്ചിയും അമ്മയൊക്കെ കൂടി ചെയ്യുന്ന വ്ളോഗ്സ് വളരെ നാച്ചുറലാണ്. നിങ്ങളിൽ ചിലരെങ്കിലും കുറച്ച് കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ആ ചേട്ടനുമായിട്ട് സംസാരിക്കാനും കൂടെ ഒരു വ്ളോഗ് ചെയ്യാനുള്ളൊരു അവസരം, അതുപോലെ അദ്ദേഹത്തിൻ്റെ വ്ളോഗിൽ വരാനുള്ളൊരു അവസരം എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. സോ ഐ എം വെരി ഹാപ്പി. അവർ വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഗുരുവായൂർ വടക്കേ നടയിലുള്ള മാധവം കഫേയിലാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, കൂട്ടത്തിൽ ഒരു വ്ളോഗും അങ്ങോട്ട് പെട്ടയ്ക്കാം. അങ്ങനെ ഹൃഷിച്ചേട്ടനും അമ്മയും ദീപു ചേച്ചി എത്തി. യൂട്യൂബ് വഴി സ്ഥിരമായി കാണുന്നവരെ ആദ്യമായിട്ട് നേരിട്ട് കാണുന്ന ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. കൂടെ ഒരു ചെറിയ ടെൻഷനും. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ ഗ്യാങ്ങിലല്ലാത്ത മറ്റൊരു വ്ളോഗറുടെ കൂടെ ഒരു കമ്പൈൻഡ് വ്ളോഗ് ചെയ്യുന്നത്. പക്ഷേ കുറച്ച് നേരം സംസാരിച്ചപ്പോൾ തന്നെ അവർ 3 പേരും എന്നെ കംഫർട്ടബിൾ ആക്കി. എൻ്റെ പുതിയ ആക്ഷൻ ക്യാമറയിൽ എടുക്കുന്ന 2ാമത്തെ വ്ളോഗാണ്. ഞാൻ ഇതൊക്കെ ഒന്ന് പഠിച്ചു വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും ചെറിയ തെറ്റുകുറ്റങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സ്വന്തം അനിയനെ പോലെ കരുതി ഒന്ന് ക്ഷമിച്ചേക്കണേ. മെനു മൊത്തത്തിലൊന്ന് ഓടിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ചെട്ടിനാട് സ്പെഷ്യൽ മസാല ദോശയാണ് ഇവരുടെ ഹൈലൈറ്റ് ഐറ്റം. പക്ഷേ നമുക്കിന്നത് കഴിക്കാനുള്ള ഭാഗ്യമില്ല. അതിൻ്റെ മസാല അൺഫോർച്ചുനേറ്റ്ലി സ്റ്റോക്ക് ഔട്ടായി. അതുകൊണ്ട് നമ്മൾ ഒരു മൈസൂർ സ്പെഷ്യൽ മസാല ദോശയും പൊടി ദോശയും പിന്നെ ഓരോ സിംഗിൾ പൂരിയും ചായയും പറഞ്ഞു. പിന്നെ നിങ്ങൾ വൈകുന്നേരമൊക്കെ വരുന്നതെങ്കിൽ നല്ല സ്നാക്സ്, ജ്യൂസ്, ഫ്രൈഡ് റൈസ്, നൂഡിൽസ് പോലത്തെ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. മൊത്തത്തിൽ നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ചിത്രമാണ്. ആ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഗോപുരവും പിന്നെ അതിന് മുന്നിലായിട്ട് ഒരു ഗരുഡനൊക്കെ ആയിട്ട് നല്ലൊരു പെയിൻറ്റിങ്. പൊതുവെ വായനാശീലം വളരെ കുറവായിട്ടുള്ള എന്നെപ്പോലുള്ള ആൾക്കാർക്ക് കുറച്ച് സമയം മൊബൈലൊക്കെ മാറ്റി വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഫുഡ് ഓർഡർ ചെയ്ത് ഫുഡ് വരാനുള്ള ഗ്യാപ്പിനിടയിൽ കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിക്കാം. ഭക്ഷണമൊക്കെ ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ബാക്കി ഇരുന്ന് വായിച്ചോളൂ. അതൊന്നും ആരും ഒന്നും പറയില്ല കേട്ടോ. അങ്ങനെ ആദ്യം നമ്മുടെ ടേബിളിലേക്ക് ആ പൊടി മസാല ദോശ എത്തി. അതോടൊപ്പം തന്നെ ചട്നിയും സാമ്പാറും. താങ്ക് യു. ഋഷി ചേട്ടൻ വ്ളോഗിങ്ങിൻ്റെ തിരക്കിലാണ്. എങ്ങനെയുണ്ട് പൊടി ദോശ എന്ന് നമുക്ക് ദീപു ചേച്ചിയോട് ചോദിച്ചു നോക്കാം. രണ്ടുപേർക്കും പൊടിദോശ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഞാനൊന്ന് കഴിച്ചോക്കട്ടെ. അപ്പോഴേക്കും മൈസൂർ മസാല ദോശയും എത്തി. അതോടൊപ്പം സാമ്പാറും 2 തരത്തിലുള്ള ചട്നികളും.
ആ മസാല ദോശയ്ക്ക് മേലെയായിട്ട് ക്യാരറ്റ് സ്ക്രാമ്പിൾ ചെയ്തിട്ടിട്ടുണ്ട്. ഇവനെ ടേസ്റ്റ് ചെയ്യണതിന് മുന്നേ ആദ്യം ആ പൊടി ദോശ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു നല്ല രൂപ. ഞാൻ എവിടെ പോയാലും തേങ്ങാ ചട്നിയുടെ ഫാനാണ്. പക്ഷെ ഇവിടെ ഞാൻ ഈ ഉള്ളിച്ചമ്മന്തിയുടെ അതെ സാമ്പാറും കൂടെ നോക്കിയാൽ ആത്മശാന്തി. മൈസൂർ മസാല ദോശയുടെ ഉള്ളിൽ നിന്ന് ആ മസാല ഇങ്ങോട്ട് എടുത്തിട്ട് കുറച്ച് തേങ്ങാ ചട്നിയിലങ്ങ് കൂട്ടിയിട്ട് കഴിച്ച് നോക്കട്ടെ. ഞങ്ങളുണ്ട് മൈസൂർ മസാല. മസാല മൈസൂരിൻ്റെ അല്ല, മൈസൂരിൻ്റെ അല്ല, അങ്ങനെ ബാംഗ്ലൂരിലല്ല. ബാംഗ്ലൂർ ഇങ്ങനെയല്ല, അതെല്ലാം വ്യത്യാസം ഉണ്ടല്ലോ. ഉണ്ട്. ബാംഗ്ലൂർ ഒന്നാമത് നല്ല മൊരിഞ്ഞ ദോശയും ഇത് നെയ്യൊക്കെ നെയ്യിൻ്റെ ഒരു ഫ്ലേവറൊന്നും ആയിട്ട് മൈലാരി ദോശ എന്ന് പറയും. അവിടെ ചില മൈലാരി ദോശ സെന്ററുകളുണ്ട്, അവിടെ ഫേമസ് ആണ്. ആക്ച്വലി ഈ മസാല ദോശ കഴിക്കാൻ ചട്നി വേണമെന്നില്ല, ഇത് തന്നെ കൂട്ടിയിട്ട് കഴിക്കാം. മൈസൂർ ദോശ വന്നപ്പോഴേ ഞാൻ പൊടി ദോശനെ ചെറുതായിട്ടൊന്ന് മറന്നുപോയി. അത് പൊടി ദോശ എന്നോട് ക്ഷമിക്കട്ടെ. ഒരു കമ്പാരിസൺ ആവശ്യമില്ല, എന്നാലും മൈസൂർ മസാല ദോശയുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പൊടി ദോശ ഒരു ആവറേജ് പറയാൻ പറ്റുള്ളൂ. ഒരു പരിധി വരെ ആ ഉള്ളിച്ചട്നി അതിനെ രക്ഷിച്ചു എന്ന് പറയാം. പൊടിയാണോ മൈസൂരാണ്? ഞാനും മൈസൂരാണ്. അപ്പം എൻ്റെ അതേ അഭിപ്രായമാണ് അവർക്ക് 3 പേർക്കും എന്നറിഞ്ഞതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. പൂരിയും കിഴങ്ങ് കറിയും വന്നിട്ടുണ്ട്, അതിനോടൊപ്പം തന്നെ തേങ്ങാ ചട്നിയും. എക്സ്പ്രഷൻ കിങ്ങിൻ്റെ എക്സ്പ്രഷൻസ് ഒരു അണ്ടർ റേറ്റഡ് കോമ്പോ ഉണ്ട്, അറിയോ? പൂരി വിത്ത് തേങ്ങാ ചട്നി. അല്ല, കോയമ്പത്തൂർ ഭാഗത്തൊക്കെ കിട്ടും, അടിപൊളിയാണ്. കർണാടകയിലൊക്കെ കിട്ടണ തേങ്ങാ ചട്നി പോലെ പൊട്ടുകടല അതിൽ അരച്ച് ചേർത്തുണ്ട്, അതാണ് ഒരു ടേസ്റ്റ് വ്യത്യാസം. അങ്ങനെ ഈ പൊടി ദോശ, മൈസൂർ മസാല ദോശ, ഈ പൂരി, അതോടുകൂടി നമ്മൾ ഇവിടുത്തെ ഫുഡ് വേട്ട തൽക്കാലത്തേക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ്. ഒരു മസാല ചേട്ടനെ വിട്ടുന്നത്. അപ്പോൾ ഒരു ചായയും കൂടി കുടിച്ചിട്ട് നമുക്ക് ഇവിടെ നടക്കാം. പൂരി ഓക്കെയാണ്, വലിയ ഗെയിമൊന്നും പറയാൻ പറ്റില്ല, വലിയ കുഴപ്പമൊന്നും പറയാൻ പറ്റില്ല. എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഫൈനൽ ടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം കടുപ്പത്തിലൊരു ചായയും കൂടിയും കുടിക്കാം. ഒരുപാട് എക്സ്പെക്റ്റേഷനുകളൊന്നും ഇല്ലാണ്ട് വന്ന് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എന്നിരുന്നാലും ഞങ്ങൾക്ക് ആ ചെട്ടിനാട് സ്പെഷ്യൽ മസാല ദോശ കഴിക്കാൻ പറ്റാത്തതിൻ്റെ ചെറിയൊരു വിഷമമുണ്ട്. ഞാൻ പെട്ടെന്ന് ആലോചിക്കായിരുന്നേ, ആ 100 രൂപ ഫുഡ് ചലഞ്ച് അറ്റ് ഗുരുവായൂർ ചെയ്ത സമയത്ത് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ രാവിലെ ഞാൻ എന്ത് കഴിച്ചേനെന്ന്. ഒരു ചായയും ഒരു വടയും കഴിക്കാമായിരുന്നു അല്ലേ? അപ്പോൾ ഈ കഫേയുടെ ലൊക്കേഷൻ വരുന്നത് ഗുരുവായൂർ വടക്കേ നടയിൽ ഔട്ടർ റിംഗ് റോഡിലുള്ള ലളിത ഇന്ന് നേരെ ഓപ്പോസിറ്റിലാണ് മാധവം കഫേ. ലൊക്കേഷൻ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് രാവിലെ 7 മണി മുതൽ രാത്രി 11:30 വരെ ഓപ്പൺ ആണ്. ഇവർക്കൊരു ഓപ്പൺ ഡൈനിങ് സ്പേസും ഉണ്ട്. അതുകൊണ്ട് തന്നെ വല്ല ബർത്ത്ഡേ സെലിബ്രേഷൻസിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് വന്നോളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയി. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഡാൻസ് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ ആ വലിയ ഫാനിൻ്റെ ചോട്ടിൽ 4 കസേര ഇട്ടിട്ട് നമ്മളിങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞു. സമയം പോയത് അറിഞ്ഞില്ല. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഹൃഷിച്ചേട്ടൻ പറഞ്ഞത് നമുക്ക് നല്ലൊരു ഫിൽട്ടർ കോഫി കുടിച്ചാലോ എന്ന്. എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും. അങ്ങനെ ഞങ്ങൾ പടിഞ്ഞാറേ നടയിലുള്ള അഗ്രഹാരം ഫിൽട്ടർ കോഫിയിലെത്തി. കോയമ്പത്തൂർ സ്വദേശിയായ മിസ്റ്റർ ഗണേഷും അദ്ദേഹത്തിൻ്റെ ഭാര്യ മിസ്സിസ് സന്ധ്യ ഗണേഷുമാണ് 7 മാസങ്ങൾക്ക് മുമ്പ് ഈ ഒരു കഫേ ഇവിടെ ആരംഭിച്ചത്. സ്മോൾ സ്പേസ് ആൻഡ് ബിഗ് ഹാർട്ട്, വലിയ ഹൃദയമുള്ളവരുടെ ചെറിയ ലോകം. ഒരു വിനീത് ശ്രീനിവാസൻ സിനിമയുടെ സെറ്റിലേക്ക് വന്ന പോലത്തെ ഫീലാണ് എനിക്ക് തോന്നിയത്.
കോഫി കുടിക്കാൻ വന്നതാണെങ്കിലും ഞങ്ങളൊരു ബട്ടർ പൊടി ഇഡ്ഡലിയും കൂടി ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. വെണ്ണ ഗുരുവായൂർ വന്ന കഴിക്കണം നമ്മള്. ശരിയാ, ശരിക്കും നല്ല വെണ്ണ ഒരു രക്ഷയില്ല. ഇപ്പോ പൊടി എങ്ങനെ ഉണ്ട്? ഇനി പൊടിയും കൂടി കഴിക്കട്ടെ. സ്പൂൺ എനിക്ക് സെറ്റ് ആവില്ലേ? കൈ കൊണ്ട് എടുത്തോളൂ. വേണ്ടടാ ഇതിൻ്റെ ഒരു ഷോർട്ടേ. എൻ്റെ ക്യാമറ അർജുൻ ബ്രോയ്ക്ക് ഒരു തടസ്സമായിരിക്കും. ഇല്ല, നോ പ്രോബ്ലം. ഞാൻ ഷൂട്ട് ചെയ്യണ എങ്ങനെയാണെന്ന് ഇപ്പോൾ നാട്ടുകാരറിയാൻ പോകും. അയ്യോ, ശരിയാ, അത് ശരിയാ. അത് കുഴപ്പമില്ല, അറിയുമല്ലോ. ബട്ടറും കൂടി വേണം കുറച്ച്. പൊടി ഇത്തിരി ബട്ടറും ബട്ടർ ആക്ച്വലി തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. ബട്ടർ നന്നായിട്ടുണ്ട്. പൊടി കുത്തല് കുറച്ച് കൂടുതലാണ്. മിക്സ് ചെയ്തടിക്കണമെങ്കിൽ ഓക്കെ. ചട്നി അടിപൊളിയുണ്ട്. പാവ അവർ രണ്ടുപേരും നോക്കിയിട്ട് നമ്മൾ കഴിച്ചോണ്ടിരിക്കുന്നു. അങ്ങനെ ആ പൊടി ഇഡ്ഡലി ഞങ്ങൾ 4 പേരും കൂടിയും ഷെയർ ചെയ്ത് കഴിച്ചു. കാരണം എല്ലാവർക്കും അത്രേ സ്പേസ് ഉള്ളൂ വയറിൽ. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇനി കോഫി വരട്ടെ. ഇഫ് യു ആസ്ക് മീ ടീ ഓർ കോഫി, ഡെഫിനറ്റ്ലി ഐ വിൽ ഗോ ഫോർ ടീ. പക്ഷേ ഇടയ്ക്കൊക്കെ ഒന്ന് കോഫിയിലേക്ക് ജമ്പ് ചെയ്യാനും ഞാൻ റെഡിയാണ്. ആരാ ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തതല്ലേ? ഞാൻ അധികം കോഫി കുടിക്കാത്ത ആളാണ്, പക്ഷേ ഈ കോഫി കൊള്ളാം കേട്ടോ. നിങ്ങൾ ഗുരുവായൂർ വന്നിട്ട് നല്ല കോഫി കുടിക്കണം തോന്നുന്നുണ്ടെങ്കിൽ അഗ്രഹാരം കഫേയിൽ വരാം. അത് ഏത് നടയാ? പടിഞ്ഞാറേ നട, വെസ്റ്റ് നട. മനസ്സും വയറും നിറഞ്ഞ സംതൃപ്തിയോടുകൂടി അഗ്രഹാരം ഫിൽട്ടർ കോഫിയിൽ നിന്ന് ഞാൻ ഇറങ്ങുകയാണ് ഗുരുവായൂരപ്പന്റെ നടയിലേക്ക്. ഈ തിരക്കുകൾക്കിടയിലും നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ച ഹൃഷിച്ചേട്ടനും ഫാമിലിക്കും ഒരുപാട് നന്ദി. ഞങ്ങളുടെ ഈ കണ്ടുമുട്ടലിന്റെ മറ്റൊരു വെർഷൻ ഹൃഷീസ് വ്ളോഗിൽ വരുന്നതായിരിക്കും. ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക്, കമന്റ്, ഷെയറിലൂടെ അറിയിക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഗുരുവായൂരപ്പൻ എല്ലാവരെയും രക്ഷിക്കട്ടെ.